നമസ്കാരം. ഓം നമ ശിവായ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമ്പത്ത് ആകർഷിക്കുന്നതിനുള്ള മന്ത്രമാണ് ശ്രീ സുവർണവൃഷ്ടിം കുരുമേ ഗ്രഹേ ശ്രീ കുബേര മഹാലക്ഷ്മി ഹരിപ്രിയ പത്മായേ നമഃ. ശ്രീ സുവർണവൃഷ്ടിം കുരുമേ ഗ്രഹേ ശ്രീ കുബേര മഹാലക്ഷ്മി ഹരിപ്രിയ പത്മായേ നമഃ. ശ്രീ സുവർണവൃഷ്ടിം കുരുമേ ഗ്രഹേ ശ്രീ കുബേര മഹാലക്ഷ്മി ഹരിപ്രിയ പത്മായേ നമഃ. ശ്രീ സുവർണവൃഷ്ടിം കുരുമേ ഗ്രഹേ ശ്രീ കുബേര മഹാലക്ഷ്മി ഹരിപ്രിയ പത്മായേ നമഃ. ശ്രീ സുവർണവൃഷ്ടിം കുരുമേ ഗ്രഹേ ശ്രീ കുബേര മഹാലക്ഷ്മി ഹരിപ്രിയ പത്മായേ നമഃ. ശ്രീ സുവർണവൃഷ്ടിം കുരുമേ ഗ്രഹേ ശ്രീ കുബേര മഹാലക്ഷ്മി ഹരിപ്രിയ പത്മായേ നമഃ. ശ്രീ സുവർണവൃഷ്ടിം കുരുമേ ഗ്രഹേ ശ്രീ കുബേര മഹാലക്ഷ്മി ഹരിപ്രിയ പത്മായേ നമഃ. ശ്രീ സുവർണവൃഷ്ടിം കുരുമേ ഗ്രഹേ ശ്രീ കുബേര മഹാലക്ഷ്മി ഹരിപ്രിയ പത്മായേ നമഃ. ശ്രീ സുവർണവൃഷ്ടിം കുരുമേ ഗ്രഹേ ശ്രീ കുബേര മഹാലക്ഷ്മി ഹരിപ്രിയ പത്മായേ നമഃ. ശ്രീ സുവർണവൃഷ്ടിം കുരുമേ ഗ്രഹേ ശ്രീ കുബേര മഹാലക്ഷ്മി ഹരിപ്രിയ പത്മായേ നമഃ. ശ്രീ സുവർണവൃഷ്ടിം കുരുമേ ഗ്രഹേ ശ്രീ കുബേര മഹാലക്ഷ്മി ഹരിപ്രിയ പത്മായേ നമഃ. ശ്രീ കുബേര മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. വിളക്ക് വെച്ച് വിളക്കിൻ്റെ മുന്നിൽ ഇരുന്ന് ചൊല്ലിയാൽ ഏറ്റവും ഐശ്വര്യമാണ്. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ കേൾപ്പിക്കുന്നതും അത് മറ്റുള്ളവർക്ക് എത്തിക്കുന്നതും വളരെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന കാര്യമാണ്. എല്ലാവരും ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് ഈ മന്ത്രങ്ങൾ ചൊല്ലുക. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഹിന്ദുക്കളാണ് കൂടുതലും ഈ മന്ത്രങ്ങൾ കേൾക്കുകയും ചൊല്ലുകയൊക്കെ ചെയ്യാതിരിക്കുന്നത്. കുറച്ച് സമയം മാറ്റി വെച്ച് നമ്മൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കുക. ദൈവത്തിനെ വിളിക്കുക, മന്ത്രങ്ങൾ ചൊല്ലുക, പ്രാർത്ഥിക്കുക. അതിന് നമ്മൾ സമയം കണ്ടെത്തുക. അതിൻ്റെ പുണ്യം നമുക്ക് നമ്മുടെ കുടുംബത്തിനെല്ലാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമ്മുടെ മക്കളും അതെല്ലാം കണ്ട് വളർന്ന് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷം എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവികമായിട്ടുള്ള ഭക്തിയും കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് സമാധാനവും ഐശ്വര്യവും ഒരു ധൈര്യവും എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.